ഹലോ, ഇതൊരു ചിക്കൻ ബോണ്ടയുടെ റെസിപ്പി ആട്ടോ. ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ചിക്കൻ ബോണ്ട? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കഴിഞ്ഞ ആഴ്ച കഴിച്ചത്. അപ്പൊ തന്നെ വിചാരിച്ചു അത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ചിക്കൻ ബോണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ ചിക്കൻ മുങ്ങി തപ്പിയിട്ട് പോലും കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. ഈ ഒരു ബോണ്ട ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും വീണ്ടും കഴിക്കും എന്നുള്ള കാര്യത്തിന് 100% ഗ്യാരണ്ടി ആട്ടോ. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഫില്ലിങ്ങിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത്രയ്ക്ക് അടിപൊളിയാട്ടോ. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് റെഡിയാക്കാനായിട്ട് ഇത് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആയിരുന്നു. അത് കുക്കറിലിട്ട് ഒരു 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോട്ട് ഒരു വലിയ സവാള, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും എടുത്ത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചോപ്പറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. നല്ലതുപോലെ മുരിയണം. ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ചിക്കനിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി ചിക്കൻ ഉണ്ടല്ലോ, ഒരു 5 പീസ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു 3 വലിയ സ്പൂണിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു കപ്പൊക്കെ വരും കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഫ്രഷ് ചില്ലി പൗഡറും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാവാക്കി എടുക്കാം. അതായത് ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് ടൈറ്റ് ആയി പോകരുത് കേട്ടോ. ഇതേപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി വെള്ളം കൂടിപ്പോയാൽ ഇത്തിരി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ചെറിയ സൈസ് ഉരുളയാക്കി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ആ മാവിൽ മുക്കിയിട്ട് ഓരോ ഉരുളകളും എടുത്ത് മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടലമാവാണ്, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ 1 മിനിറ്റ് ഒക്കെ മതി. 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ മിനിറ്റ് വീതം ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ. ഇതിൽ അങ്ങനെ എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ. കാരണം കടലപ്പൊടിയല്ലേ, അങ്ങനെ എണ്ണ പിടിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വേഗം പോയി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണിത്. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്